അയ്യപ്പന്മാർക്കുള്ള പ്രസാദ നിർമ്മാണത്തിനും മറ്റും കരാറുകാരിൽ നിന്ന് ശേഖരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ദേവസ്വം ബോർഡിന്റെ പമ്പയിലെ കേന്ദ്രത്തിൽ ഇടമില്ല. അടച്ചുറപ്പില്ലാത്ത ഗോഡൌണിലെ സാധനങ്ങൾ കാട്ടാനയും കാട്ടുപന്നിയും അടക്കമുള്ള മൃഗങ്ങൾ ഭക്ഷണമാക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. മണ്ഡലകാലം ആരംഭിക്കാൻ മാസങ്ങൾ മാത്രം അവശേഷിക്കെയാണ് ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഇരുട്ടിൽ തപ്പുന്നത്. ശബരിമല തീർത്ഥാടന കാലം അടുത്തിരിക്കെ പമ്പയിൽ ദേവസ്വം ബോർഡ് കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. അയ്യപ്പന്മാർക്കുള്ള പ്രസാദ നിർമ്മാണത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി കരാറുകാരിൽ നിന്ന് ശേഖരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഇടമില്ലാത്തതാണ് ബോർഡിനെ വലയ്ക്കുന്നത്. പമ്പയിലെ നിലവിലുള്ള പ്രധാന സംഭരണ കേന്ദ്രം പൂർണ്ണമായും സുരക്ഷിതമല്ലെന്നതാണ് പ്രധാന കാരണം. അടച്ചുറപ്പില്ലാത്ത ഈ താൽക്കാലിക ഗോഡൌണിൽ സൂക്ഷിക്കുന്ന ഭക്ഷ്യസാധനങ്ങൾ കാട്ടാനയും കാട്ടുപന്നിയും അടക്കമുള്ള വന്യമൃഗങ്ങൾ കവരാൻ വലിയ സാധ്യതയുണ്ടെന്നാണ് വനം വകുപ്പിന്റെയും ബോർഡിന്റെയും വിലയിരുത്തൽ. മുൻവർഷങ്ങളിലും പമ്പയിലും സന്നിധാനത്തും വന്യമൃഗങ്ങൾ ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. ശർക്കരയും അരിയും ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ മണം പിടിച്ച് കാട്ടാനകൾ ഗോഡൌൺ തകർക്കാൻ ഇടയായാൽ വലിയ സുരക്ഷാ ഭീഷണിക്കായിരിക്കും വഴിതെളിക്കുക. എന്നാൽ ഇതിനൊരു ശാശ്വത പരിഹാരമായി പുതിയ കെട്ടിടം നിർമ്മിക്കുക ദേവസ്വം ബോർഡിന് എളുപ്പമുള്ള കാര്യമല്ല. പരിസ്ഥിതിയിലുള്ള മേഖലയായ പമ്പയിൽ ഇനി പുതിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് വനം വകുപ്പ് അനുമതിയും നൽകില്ല. വനം സംരക്ഷണ നിയമങ്ങൾ കർശനമാക്കിയതോടെ താൽക്കാലിക ഷെഡുകൾക്കപ്പുറം സ്ഥിരമായ ഒരു സംവിധാനമൊരുക്കാൻ ബോർഡിന് നിയമ തടസ്സങ്ങൾ ഏറെയുമാണ്. വന്യമൃഗങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത തരത്തിലുള്ള താൽക്കാലിക ഹാങ്ങറുകളോ ജർമ്മൻ ടെന്റുകളോ സ്ഥാപിക്കാൻ വനം വകുപ്പ് പ്രത്യേക അനുമതി നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അല്ലാത്തപക്ഷം വരും ദിവസങ്ങളിൽ ശബരിമലയിലേക്കുള്ള അവശ്യ സാധനങ്ങളുടെ സംഭരണം പൂർണ്ണമായും പ്രതിസന്ധിയിലാകും. ജനം, തിരുവനന്തപുരം.